ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂലൈ 10-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇനി വരുന്ന പ്രധാനപ്പെട്ട ഒരു PSC എക്സാം ആണ് LDC എക്സാം. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഈ ഒരു LDC എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ പരിശീലനം ആരംഭിക്കാം. അതിനായിട്ട് ടാലന്റിന്റെ റാങ്ക് ഫെയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. 3 വോളിയങ്ങളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ന്യൂ NCERT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്ക് ഇപ്പോൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഉടൻ തന്നെ ബുക്ക് സ്വന്തമാക്കി നല്ല രീതിയിൽ പരിശീലിക്കുക. ഇന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് ഒരു അപ്പോയിൻമെന്റ് ആണ്. 2026 ജൂലൈയിൽ IMF സാമ്പത്തിക കൗൺസിലറായും ഗവേഷണ വകുപ്പ് മേധാവിയായും നിയമിതയായത് ആരെന്നാണ് നോക്കുന്നത്. അപ്പോൾ ആ പേരൊന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. സിൽവാന ടെൻറെയ്റോയാണ്. ആരാണ്? സിൽവാന ടെൻറെയ്റോയാണ് എന്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. എന്താണ്? IMFന്റെ ആണ്. IMFന്റെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ സാമ്പത്തിക കൗൺസിലറായും അതേപോലെ തന്നെ ഗവേഷണ വകുപ്പ് മേധാവിയുമായിട്ടാണ് നിയമിതയായിരിക്കുന്നത്. അപ്പോൾ 2026 ജൂലൈയിലാണ് ഈ ഒരു അപ്പോയിൻമെന്റ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ IMFൽ വന്നിട്ടുള്ള ഒരു അപ്പോയിൻമെന്റ് ആണ് നോക്കിയത്. അതിലെന്താണ് സാമ്പത്തിക കൗൺസിലറായിട്ടും അതേപോലെ ഗവേഷണ വകുപ്പ് മേധാവിയായി നിയമിതയായത് ആരും നമ്മൾ നോക്കി. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. സിൽവാന ടെൻറെയ്റോ ആണെന്നാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിൻമെന്റ് ആയിരിക്കുന്നത്. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇതാണ്. നമ്മുടെ പ്രധാനമന്ത്രിക്ക് ലഭിച്ചിട്ടുള്ള മറ്റൊരു ബഹുമതി കൂടി നമ്മൾ പഠിച്ചു വെക്കുകയാണ്. അപ്പോൾ ഏത് രാജ്യത്തു നിന്നാണ് ഈ ഒരു ബഹുമതി ലഭിച്ചിരിക്കുന്നത്? ഇന്തോനേഷ്യയിൽ നിന്നാണ്. എന്താണ്? ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ബഹുമതി ഏതാണെന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബിൻടാങ് ആദിപൂർണ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ എന്നുള്ളതാണ്. ഏത് ബഹുമതിയാണ്? ബിൻടാങ് ആദിപൂർണ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ എന്നുള്ള ബഹുമതിയാണ്. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്തോനേഷ്യയിൽ നിന്നുള്ള ബഹുമതിയാണെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ്. ആർക്കാണ്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചിരിക്കുകയാണ്. നിരവധി ബഹുമതികൾ, അന്താരാഷ്ട്ര ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ച കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതേപോലെ എന്താണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന 35ാമത്തെ അന്താരാഷ്ട്ര ബഹുമതിയാണ് ഇതെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? 35ാമത്തെ ബഹുമതിയാണ്. 35ാമത്തെ അന്താരാഷ്ട്ര ബഹുമതിയാണ് നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന 35ാമത്തെ അന്താരാഷ്ട്ര ബഹുമതിയാണ്. എന്താണ്? ഇന്തോനേഷ്യയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഈ ഒരു ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇതിനു മുമ്പ് എന്താണ് സീഷെൽസിൽ നിന്നുള്ള ബഹുമതിയുടെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ സ്ലോവാക്കിയയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേപോലെ നിരവധി കാര്യങ്ങൾ നമ്മൾ ഈ അടുത്തിടെ തന്നെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇതുകൂടി പഠിച്ചു വെക്കുക. ഇന്തോനേഷ്യയിൽ നിന്നാണ് അദ്ദേഹത്തിന് 2026 ജൂലൈയിൽ ഒരു ബഹുമതി ലഭിച്ചിരിക്കുന്നത്, അന്താരാഷ്ട്ര ബഹുമതി ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള 35ാമത്തെ ബഹുമതിയാണ് ഇന്തോനേഷ്യയിൽ നിന്ന് ലഭിച്ചത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇത്തരത്തിലെ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ബഹുമതി ലഭിച്ചിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ആരാണ്? നരേന്ദ്രമോദി എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ബഹുമതികൾ നേടിയിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള 35ാമത്തെ ബഹുമതിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. 2026 ജൂലൈയിലാണ് ലഭിച്ചതെന്ന് പറഞ്ഞു. 2026 ജൂലൈയിൽ അദ്ദേഹം ഇന്തോനേഷ്യയിലെ ജക്കാർത്ത സന്ദർശിക്കുന്ന വേളയിലാണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. മാത്രമല്ല ഈ ഒരു സന്ദർശന വേളയിൽ ഇന്തോനേഷ്യയിലെ 1000 വർഷം പഴക്കമുള്ള പ്രബനൻ ക്ഷേത്രം കൂടി അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ഇന്തോനേഷ്യയിലെ 1000 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് എന്താണ്? പ്രബനൻ ക്ഷേത്രം. അപ്പോൾ ഈ ഒരു ക്ഷേത്രവും കൂടി അദ്ദേഹം എന്താണ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ നോക്കിയത് എന്താണ്? ഇന്തോനേഷ്യയിൽ നിന്ന് അടുത്തിടെ നരേന്ദ്രമോദിക്ക് ലഭിച്ചിട്ടുള്ള ഒരു പരമോന്നത ബഹുമതിയാണ്. അദ്ദേഹത്തിന് ലഭിക്കുന്ന 35ാമത്തെ അന്താരാഷ്ട്ര ബഹുമതിയാണിത്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ട പോയിന്റ് ഇതാണ്. കേരള ഓണം ബമ്പറിന്റെ 1ാം സമ്മാനം എത്ര കോടി രൂപയാക്കിയിരിക്കുകയാണ്? 30 കോടി രൂപയാക്കിയിരിക്കുകയാണ്. 30 കോടി രൂപയാക്കി ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേരള ഓണം ബമ്പറിന് ഏറ്റവും കൂടുതൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഉയർന്ന ഒരു സമ്മാന തുക കൂടിയാണ്. 1ാം സമ്മാനം ലഭിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്നത് ഇനി 30 കോടിയാണ്. 30 കോടി രൂപയാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. നേരത്തെ എത്ര കോടി രൂപയായിരുന്നു? നേരത്തെ 25 കോടി രൂപയായിരുന്നു. 25 കോടി രൂപയായിരുന്നു സമ്മാനം, 1ാം സമ്മാന തുകയായിരുന്നത്. ഇപ്പോൾ അത് എത്രയാക്കിയിരിക്കുകയാണ്? 30 കോടി രൂപയാക്കി മാറ്റിയിരിക്കുകയാണ്. 30 കോടി രൂപയാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് പ്രൈസിൽ വ്യത്യാസമൊന്നുമില്ല. ഓണം ബമ്പറിൻ്റെ ടിക്കറ്റ് പ്രൈസ് കുറേ നാളുകളായിട്ട് 500 രൂപയാണ്. ആ ഒരു നിരക്കിൽ വ്യത്യാസമൊന്നുമില്ല. ഈ വർഷവും എത്ര തന്നെയായിരിക്കും? 500 രൂപ തന്നെയാണ് ടിക്കറ്റിൻ്റെ പ്രൈസ് വരുന്നത്. എന്നാൽ സമ്മാന തുകയാണ് 30 കോടി രൂപയാക്കി ഉയർത്തിയിരിക്കുന്നത്. ഇനി 2ാം സമ്മാന തുകയിൽ
വ്യത്യാസമൊന്നുമില്ല. എന്നാൽ മൂന്നാം സമ്മാനത്തിന്റെ തുകയിൽ ചെറിയ വ്യത്യാസമുണ്ട്. നേരത്തെ നൽകിയിരുന്നത് 50 ലക്ഷം രൂപയാണ്. 50 ലക്ഷം രൂപയായിരുന്നു എന്താണ് മൂന്നാം സമ്മാനമായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അത് 25 ലക്ഷം രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. എന്താണ് മൂന്നാം സമ്മാനം 50 ലക്ഷം എന്നുള്ളത് 25 ലക്ഷം രൂപയായി എന്താണ് കുറച്ച് എമൗണ്ട് എന്നാണ് കുറവ് അവിടെ വന്നിട്ടുണ്ട്. എന്നാൽ ഒന്നാം സമ്മാനമാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കി വെക്കേണ്ടത്. 30 കോടി രൂപയാക്കിയാണ് ഉയർത്തിയിരിക്കുന്നത്. ഇത്രയും അധികം തുകയ്ക്ക് ഈ ഒരു ഓണം ബമ്പർ എന്താണ് ഇത്രയും ഒന്നാം സമ്മാന തുക ഇത്രയും ഹയർ ആയിട്ട് വരുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് റാങ്ക് ഫെയിൽ ആണ്. ടാലന്റിന്റെ ഈ ഒരു റാങ്ക് ഫെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ മുൻവർഷ ചോദ്യങ്ങൾ അടങ്ങി തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു റാങ്ക് ഫെയിൽ നിങ്ങൾക്ക് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്സ്റ്റോൾ വഴിയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്കറിയാം മറ്റ് എക്സാമുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ സിലബസ് വരുന്നത്. ആ ഒരു സിലബസ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് പ്രകാരം കറക്റ്റായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു റാങ്ക് ഫെയിൽ ആണിത്. അപ്പോൾ ഇതിൽ ബോട്ടണി, സുവോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഉൾപ്പെടെയുള്ള നമ്മുടെ സിലബസിന്റെ കംപ്ലീറ്റ് ഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫെയിൽ സ്വന്തമാക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ഇനി നമ്മുടെ പോയിന്റിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇനി നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ ഗോത്ര നൃത്തം സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിച്ച സ്ഥാപനം ഏതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് കിർത്താഡ്സ് ആണ്. എന്താണ് കിർത്താഡ്സ് ആണ് എന്താണ് ഇത്തരത്തിലൊരു കോഴ്സ് സർട്ടിഫിക്കറ്റ് ആരംഭിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഗോത്ര നൃത്തങ്ങൾ. എന്താണ് ഗോത്ര നൃത്തങ്ങൾ ഇനി എന്താണ് സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ട് തന്നെ പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ ആരംഭിച്ചിരിക്കുകയാണെന്നാണ് കിർത്താഡ്സ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി കിർത്താഡ്സിന്റെ ഫുൾ ഫോം എന്താണെന്ന് കൂടി നമുക്കൊന്ന് പഠിച്ചു വെക്കാം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്സ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നുള്ളതാണ് ഇതിന്റെ പൂർണ്ണ രൂപം വരുന്നത്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിച്ച സ്ഥാപനമാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഈ സ്ഥാപനം എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നതെന്ന് ഇതിന്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്താണ് ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെയും അതേപോലെ ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെയും എന്താണ് റിസർച്ചിനും അതേപോലെ ട്രെയിനിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് അത് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുമുള്ള ഒരു സ്ഥാപനമാണിത്. ഈ ഒരു സ്ഥാപനമാണ് ഈ ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി എന്നാണ് കിർത്താഡ്സ് സ്ഥാപിതമായത്? 1970-ലാണ് കേട്ടോ. 1970-ലാണ് എന്താണ് കിർത്താഡ്സ് സ്ഥാപിതമായത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി എവിടെയാണ് ആസ്ഥാനം? അത് ചെവായൂരാണ്. കോഴിക്കോട് ജില്ലയിലെ ചെവായൂരാണ് എന്താണ് കിർത്താഡ്സിന്റെ ആസ്ഥാനമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യം ഇതാണ്. ഗോത്ര നൃത്തം ഇനി എന്താണ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളായിട്ട് തന്നെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ കോഴ്സുകൾ അടുത്തിടെ ആരംഭിച്ച സ്ഥാപനം ഏതാണെന്ന് ഓർത്ത് വെക്കുക, കിർത്താഡ്സ് ആണ്. അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഗ്രീൻ ഡാറ്റ സെന്റർ സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ്. നോട്ട് ചെയ്ത് വെക്കാം. കൊച്ചിയിലാണ്. കൊച്ചിയിലാണെന്നാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ ഡാറ്റ സെന്റർ സ്ഥാപിതമാവുന്നത്. അപ്പോൾ ഇത് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് ആരാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫെഡറൽ ബാങ്ക് ആണ്. ഫെഡറൽ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് എന്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ ഡാറ്റ സെന്റർ കൊച്ചിയിൽ സ്ഥാപിതമാവുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള തറക്കല്ലിടൽ കർമ്മം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഉടൻ തന്നെ ഈ ഒരു കാര്യം എന്താണ് നമ്മുടെ പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ ഡാറ്റ സെന്റർ എവിടെയാണ് സ്ഥാപിതമാവുന്നതെന്ന് നോട്ട് ചെയ്ത് വെക്കുക. കൊച്ചിയിലാണ് സ്ഥാപിതമാവുന്നത്. ഇനി ഇത് സ്ഥാപിക്കുന്നത് ഫെഡറൽ ബാങ്ക് ആണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന മറ്റൊരു പോയിന്റ് ഇതാണ്. E20 ഇന്ധനം ഉപയോഗിക്കുന്നത് ടർബോ ചാർജ്ഡ് എഞ്ചിനുകളെ ദോഷകരമായി ബാധിക്കും എന്ന റിപ്പോർട്ട് പുറത്തുവിട്ടത് ആരെന്നാണ്. നോട്ട് ചെയ്ത് വെക്കുക. ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആണ്. എന്താണ് ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നതാണ് എന്താണ് E20 ഇന്ധനത്തിന്റെ ഉപയോഗം എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് E20 ഇന്ധനം എന്നുള്ള കാര്യം. 20% എഥനോൾ കലർന്നിട്ടുള്ള പെട്രോളാണിത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് വഴി വാഹനങ്ങൾക്ക് എന്താണ് ചില തകരാറുകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ എന്താണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതായത് വാഹനങ്ങളുടെ റബ്ബർ ഹോസ്റ്റുകൾ, സീലുകൾ, അതേപോലെ ഗ്യാസ്കറ്റുകൾ എന്നിവയ്ക്കൊക്കെ എന്താണ് തകരാറുകൾ സംഭവിക്കുമെന്നാണ് ഈ ഒരു റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ റിപ്പോർട്ട് പുറത്തുവിട്ടത് ആരാണെന്ന് ഓർത്തു വെക്കുക. ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന അടുത്ത പോയിന്റ് ഇതാണ്. 32 വർഷത്തെ അനിശ്ചിതത്തിന് ശേഷം ബൈരക്കുപ്പ പാലം പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ എന്താണ് കുറേ നാളുകളായിട്ട് മുടങ്ങിക്കിടന്ന ഒരു പദ്ധതിയാണ് എന്താണ് ബൈരക്കുപ്പ പാലം പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ് പുനരാരംഭിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു പാല നിർമ്മാണത്തിനായിട്ടുള്ള ശിലാഫലകം സ്ഥാപിച്ചത് 1994-ലാണ്. 1994 സെപ്റ്റംബറിലാണ് ഈ ഒരു പാല നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ശിലാഫലകം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കാത്തതോടു കൂടിയിട്ടാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടക്കം സംഭവിച്ചത്. ഈ ഒരു പാലത്തിന്റെ പണി പുനരാരംഭിക്കുന്നതിനുള്ള ചർച്ചകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു പാലത്തിന്റെ പണി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കേരളത്തിനും അതേപോലെ തന്നെ കർണാടകയ്ക്കും ഒരേപോലെ ഉപകാരപ്രദമാകുന്നതാണ്. അവിടെയുള്ള ജനങ്ങൾക്ക് കൃഷിക്കാർക്ക്
കൃഷിക്കാർക്കും അതേപോലെ അവിടെയുള്ള മറ്റു തൊഴിലാളികൾക്കുമൊക്കെ വളരെയധികം ഉപകാരപ്രദമാവുന്നതാണ് ഈ ഒരു പാലം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയായിട്ടുള്ള PK ബഷീറും അതേപോലെ കർണാടകയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാറും ഇതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാലം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ബൈരക്കുപ്പ പാലം പദ്ധതിയാണ്. അപ്പോൾ കുറേ നാളുകളായിട്ട് മുടങ്ങിക്കിടക്കുന്ന ഒരു പാലം പദ്ധതിയാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. പാലം കംപ്ലീറ്റ് ആവുന്നതോട് കൂടിയിട്ട് കേരളത്തിനും അതേപോലെ കർണാടകയ്ക്കുമാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉപയോഗം ലഭ്യമാവുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ട അടുത്ത പോയിന്റ് ഇതാണ്. 18 മീറ്റർ ഡ്രാഫ്റ്റ് ശേഷി കൈവരിക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ മേജർ തുറമുഖം ഏതെന്നാണ്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാമരാജർ തുറമുഖമാണ്. എന്താണ് കാമരാജർ തുറമുഖമാണ് എന്താണ് ഇന്ത്യയിലെ രണ്ടാമത്തെ മേജർ തുറമുഖം. എന്താണ് 18 മീറ്റർ ഡ്രാഫ്റ്റ് ശേഷി കൈവരിക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ മേജർ തുറമുഖമാണിത്. തമിഴ്നാട് സംസ്ഥാനത്താണ് ഈ ഒരു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഈ ഒരു 18 മീറ്റർ ഡ്രാഫ്റ്റ് ശേഷി കൈവരിച്ച തുറമുഖം ഏതാണെന്നുള്ള കാര്യം, മേജർ തുറമുഖം ഏതാണ്? അത് വിശാഖപട്ടണത്താണ് വന്നത്. അതേതാണ് വിശാഖപട്ടണത്തുള്ള തുറമുഖമാണെന്നാണ് ഇന്ത്യയിലെ ആദ്യമായിട്ട് 18 മീറ്റർ ഡ്രാഫ്റ്റ് ശേഷി കൈവരിച്ച തുറമുഖം എന്നുള്ള കാര്യം, മേജർ തുറമുഖം എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ നോക്കിയത് രണ്ടാമത്തെ മേജർ തുറമുഖമാണ്. 18 മീറ്റർ ഡ്രാഫ്റ്റ് ശേഷി കൈവരിക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ മേജർ തുറമുഖം ഏതാണ്? അത് കാമരാജർ തുറമുഖമാണ്. തമിഴ്നാട്ടിലാണ് ഈ ഒരു തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. തുറമുഖത്തിൻ്റെ ഈ ഒരു വികസനം ആ ഒരു തുറമുഖത്തിൻ്റെ മത്സ്യശേഷി വർദ്ധിപ്പിക്കുകയും അതേപോലെ ഇന്ത്യയുടെ വ്യാപാരം, അതായത് കയറ്റുമതി ഇറക്കുമതി തുടങ്ങിയവയൊക്കെ പിന്തുണയ്ക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ തുറമുഖം ഏതാണെന്ന് ഓർത്തു വെക്കുക. കാമരാജർ തുറമുഖമാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ലോകത്തെ ആദ്യ ഒപ്റ്റോസാർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതെന്നാണ്. നമുക്കറിയാവുന്നതാണ്, നമ്മൾ പഠിച്ചതാണ്. ദൃഷ്ടിയാണ്. എന്താണ് ദൃഷ്ടി എന്നുള്ള ഉപഗ്രഹമാണ്. അപ്പോൾ ഇത് വിക്ഷേപിച്ചത്, ഈ ഒരു ദൃഷ്ടി എന്നുള്ള ഉപഗ്രഹം വിക്ഷേപിച്ചത് ആരാണെന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. എന്താണ് ഗാലക്സി. എന്താണ് ഗാലക്സി എന്നുള്ള ഒരു സ്വകാര്യ സ്റ്റാർട്ടപ്പാണ് ദൃഷ്ടി എന്നുള്ള ലോകത്തിലെ ആദ്യത്തെ ഒപ്റ്റോസ്റ്റാർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നായിരുന്നു വിക്ഷേപിച്ചത്? 2026 2026 മെയ് 3 ഈ ഒരു വിക്ഷേപണം നടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ എന്താണ് ഈ ഒരു ഉപഗ്രഹവുമായിട്ടുള്ള ബന്ധം, എന്താണ് ബഹിരാകാശ ബന്ധം എന്താണ് ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യമാണെന്നാണ് ഗാലക്സി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ഉപഗ്രഹവുമായിട്ടുള്ള ബന്ധം എന്താണ് കംപ്ലീറ്റ് ആയിട്ട് നിലച്ചിരിക്കുകയാണ്. ഇത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഗാലക്സി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അത് തിരിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ട് കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്തിടെ തന്നെയായിരുന്നു ഇത് വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. 2026 മെയ് 3 ഗാലക്സി എന്താണ് ദൃഷ്ടി എന്നുള്ള ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചത്. അപ്പോൾ വിക്ഷേപിച്ച സമയത്ത് എന്താണ് കറക്റ്റായിട്ട് തന്നെയായിരുന്നു പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ആശയവിനിമയങ്ങളെല്ലാം എന്താണ് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് സൂര്യനിൽ നിന്നുള്ള ശക്തമായ ഭൗമാന്തരിക സൗര കൊടുങ്കാറ്റ് കാരണം ഈ ഒരു ഉപഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നിർണായകമായ ഭാഗങ്ങളൊക്കെ നശിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൂടെ എന്താണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ഉപഗ്രഹവുമായിട്ടുള്ള ആശയവിനിമയം, ആ ഒരു കണക്ഷൻ എന്താണ് വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ഉപഗ്രഹം ഏതാണെന്ന് ഓർത്തു വെക്കുക. ദൃഷ്ടി എന്നുള്ള ഉപഗ്രഹമാണ്. എന്തായിരുന്നു പ്രത്യേകത? ലോകത്തെ ആദ്യത്തെ ഒപ്റ്റോസാർ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായിരുന്നു ദൃഷ്ടി എന്ന് പറയുന്നത്. ഇത് വിക്ഷേപിച്ചത് ഗാലക്സി എന്നുള്ള സ്വകാര്യ സ്റ്റാർട്ടപ്പ് കമ്പനിയായിരുന്നു. ഇനി വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് പോലീസ് ഡ്രൈവറിൻ്റെ എക്സാം. ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ നിർണായകമായിട്ടുള്ള മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ 20 മാർക്ക്. ഈ ഒരു 20 മാർക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ വേണ്ടി ടാലൻറ്റിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് പോലീസ് ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. 2024-25 മുൻവർഷ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ എക്സാമിന്, പോലീസ് ഡ്രൈവർ എക്സാമിന് വേണ്ടി മാത്രമല്ല ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നത്. ഫയർമാൻ ഡ്രൈവർ, അതേപോലെ CEO ഡ്രൈവർ, APO ഡ്രൈവർ തുടങ്ങിയ എക്സാമുകൾക്കും ഈ ഒരു ബുക്ക് വളരെ നിർണായകമാണ്. ഉടൻ തന്നെ ഈ ഒരു ബുക്ക് സ്വന്തമാക്കുക. ബുക്കിന്റെ പ്രൈസ് വരുന്നത് 200 രൂപയാണ്. എന്നാൽ നിങ്ങൾക്ക് 180 രൂപയ്ക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. 2026 ജൂലൈയിൽ IMF സാമ്പത്തിക കൗൺസിലറായും ഗവേഷണ വകുപ്പ് മേധാവിയായി നിയമിതയായത് ആരെന്നാണ് നമ്മൾ നോക്കിയത്. ആരാണെന്ന് ഓർത്തു വെക്കുക. സിൽവാന ടെൻറെയ്റോയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിന്റ്മെന്റ് ആയത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിൻഡാംഗ ആദിപൂർണ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്നാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ഈ ഒരു പുരസ്കാരം അടുത്തിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ലഭിക്കുന്ന 35ാമത്തെ അന്താരാഷ്ട്ര ബഹുമതിയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ നോക്കിയത് കേരള ഓണം ബമ്പറിന്റെ ഒന്നാം സമ്മാനത്തിന്റെ സമ്മാന തുക എന്താണ് ഉയർത്തിയ കാര്യമാണ്. 30 കോടി രൂപയാക്കിയാണ് ഉയർത്തിയിരിക്കുന്നത്.
നേരത്തെ 25 കോടി രൂപയായിരുന്നു സമ്മാനത്തുക. അതേപോലെ മൂന്നാം സമ്മാനത്തുകയിലും വ്യത്യാസം വന്നിട്ടുണ്ട്. 50 ലക്ഷം രൂപയായിരുന്നത് ഇപ്പോൾ 25 ലക്ഷം രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ ടിക്കറ്റിന്റെ പ്രൈസിൽ വ്യത്യാസമൊന്നുമില്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ ഗോത്ര നൃത്തം സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിച്ച സ്ഥാപനം ഏതെന്നാണ്. ഓർത്തു വെക്കുക, കിർത്താഡ്സ് ആണ് ഇങ്ങനെയൊരു സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഗോത്ര നൃത്തങ്ങളൊക്കെ ഇപ്പോഴെന്താണ് ഇനി സർട്ടിഫിക്കറ്റ് കോഴ്സുകളായിട്ട് തന്നെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഗ്രീൻ ഡാറ്റാ സെന്റർ സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ്. കൊച്ചിയിലാണ് സ്ഥാപിതമാവുന്നത്. ഫെഡറൽ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് ഇത് ആരംഭിക്കുന്നത്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള തറക്കല്ലിടൽ കർമ്മം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അതിന് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. E20 ഇന്ധനം ഉപയോഗിക്കുന്നത് ടർബോ ചാർജഡ് എഞ്ചിനുകളെ ദോഷകരമായി ബാധിക്കുമെന്ന റിപ്പോർട്ട് പുറത്തുവിട്ടത് ആരെന്നാണ് നോക്കിയത്. ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയാണ് ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 32 വർഷത്തെ അനിശ്ചിതത്വത്തിന് ശേഷം ബൈരക്കുപ്പ പാലം എന്താണ് അതിന്റെ പദ്ധതിയൊക്കെ പുനരുജ്ജീവിപ്പിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ കേരള പൊതുമരാമത്ത് മന്ത്രിയും അതേപോലെ തന്നെ കർണാടകയുടെ മുഖ്യമന്ത്രിയും തമ്മിലുള്ള ചർച്ചകളൊക്കെ നടന്നു വരികയാണ്. അപ്പോൾ 1994 ഈ ഒരു പാലത്തിന് വേണ്ടിയിട്ടുള്ള ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഫലകം സ്ഥാപിതമായത്. അതിനുശേഷം എന്താണ് വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കാത്തതിനെ തുടർന്നാണ് എന്താണ് ഈ ഒരു പാലത്തിന്റെ പണി എന്താണ് നിർത്തിവെക്കേണ്ടി വന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. 18 മീറ്റർ ഡ്രാഫ്റ്റ് ശേഷി കൈവരിക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ മേജർ തുറമുഖം ഏതെന്നാണ്. കാമരാജർ തുറമുഖമാണ്, തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്താണ് പ്രത്യേകത? 18 മീറ്റർ ഡ്രാഫ്റ്റ് ശേഷി കൈവരിക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ മേജർ തുറമുഖമായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിലൂടെ ആ ഒരു തുറമുഖത്തിന്റെ മത്സ്യ ശേഷി വർദ്ധിക്കുകയും അതേപോലെ ഇന്ത്യയുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഈ ഒരു തുറമുഖത്തിന് പിന്തുണ നൽകാനായിട്ടും സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. ലോകത്തെ ആദ്യ ഒപ്റ്റോസ്ട്ര ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതെന്നാണ്. ദൃഷ്ടിയാണ് ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചത് എന്നാണ്. സ്വകാര്യ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ഗാലക്സൈ എന്നുള്ള കമ്പനിയാണ്. എന്നാൽ ഈ ഒരു ഉപഗ്രഹത്തിന്റെ ബന്ധം, അതായത് ഭൂമിയിലേക്കുള്ള ബന്ധം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിലച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു ആശയവിനിമയം കണക്ഷൻ ഇപ്പോൾ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചതിന്റെ കാരണം എന്തായിട്ടാണ് പറയുന്നത്? കറക്റ്റായിട്ട് ആശയവിനിമയങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു ഉപഗ്രഹമായിരുന്നു. വിക്ഷേപിച്ച സമയത്ത് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിനുശേഷം സൂര്യനിൽ നിന്നുള്ള ശക്തമായിട്ടുള്ള ഭൗമകാന്തിക സൗര കൊടുങ്കാറ്റ് കാരണം ഇതിന്റെ മേജർ ഭാഗങ്ങളൊക്കെ നശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമായിരിക്കണം ഇതിന്റെ ഇതുമായിട്ടുള്ള കണക്ഷൻ എന്നാണ് ഇപ്പോൾ വിച്ഛേദിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാണ് വിക്ഷേപിച്ചത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദൃഷ്ടി എന്നുള്ള ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചത് 2026 2026 മെയ്യിലാണ് ഇതിന്റെ വിക്ഷേപണം സാധ്യമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഉപഗ്രഹവുമായിട്ടുള്ള കണക്ഷനാണ് ഇപ്പോൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്. 2026 ജൂലൈയിൽ സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടറായി നിയമിതനായത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ NSK ഉമേഷ്, ഓപ്ഷൻ ബി സ്നേഹിൽ കുമാർ, ഓപ്ഷൻ സി AP അഹമ്മദുൽ കബീർ, ഓപ്ഷൻ ഡി സുനിൽ ജോൺ. അടുത്ത ചോദ്യം ഇതാണ്. പ്രതിരോധ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി അടുത്തിടെ ഇന്ത്യയുമായി കരാർ ഒപ്പുവെച്ച രാജ്യം ഏതെന്നാണ്. ഓപ്ഷൻ എ ഇന്തോനേഷ്യ, ഓപ്ഷൻ ബി സ്ലോവാക്യ, ഓപ്ഷൻ സി ഫ്രാൻസ്, ഓപ്ഷൻ ഡി ജർമ്മനി. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. സുപ്രീം കോടതി ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ പുതിയ ചെയർപേഴ്സണായി നിയമിതയായത് ആരെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ജസ്റ്റിസ് BV നാഗരത്തെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിൻമെന്റ് ആയത്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. GDN എന്ന ചിത്രത്തിൽ GD നായിഡുവായി അഭിനയിക്കുന്നത് ആരെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. R മാധവനാണ് ഈ ഒരു ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ വേഷം ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.